അപ്പൊ സംരക്ഷണം വേണം. അതിനെന്താ വഴി? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്ന വഴിയാണ്. മക്കളെ, നിങ്ങളൊക്കെ സ്കൂളിൽ പോകില്ലേ? മദ്രസയിൽ പോകില്ലേ? ചങ്ങാതിമാരെ കാണലില്ലേ? ഒരുമിച്ചിരിക്കലില്ലേ? ടച്ച് ചെയ്യലില്ലേ? ഇല്ലേ? ഉണ്ടില്ലേ? ഉണ്ട്. അപ്പൊ എന്താണ് ഒരു സംരക്ഷണം? എന്താ കാവല്? ഒന്നുമില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലുക ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ചൊല്ലിയിട്ടാണ് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ ഉദീതാ വകുഫീതാ വവുഖീതാ വതനഹ ശൈത്വാൻ. അവൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്ത്. ഈ 3 സൂറത്തുകളും രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം ഓതുകയാണെങ്കിൽ അവൻ അല്ലാഹു തആല പ്രത്യേകമായ സംരക്ഷണം നൽകുമെന്ന്. തക്ഫീക മിൻ കുല്ലി ശൈഇ, അവനെ പ്രയാസത്തിലാക്കുന്ന സകല വിഷയങ്ങളിൽ നിന്നും അവന് സംരക്ഷണം നൽകാൻ ഈ 3 സൂറത്തുകളും മതിയായതാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. ഇനി മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഈ 3 സൂറത്ത് 3 തവണ വീതം ഓതാൻ തയ്യാറുള്ളവരൊക്കെ ഒന്ന് വലത്തെ കൈ ഉയർത്താതിരുന്നാട്ടെ. വലത്തെ കൈ ഉയർത്താതിരുന്നാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ? വർത്താനെല്ലാം നല്ലോണം ശ്രദ്ധിച്ചോ? അപ്പൊ ഓതൂലേ? എന്തു നാളേക്ക് മാറ്റി വെക്കുമെന്ന് പറയണം. എന്തു നാളേക്ക് മാറ്റി വെക്കുമെന്ന് പറയണം. അപ്പൊ ഇനി മുതൽ ഇൻഷാ അല്ലാഹ് പറയൂലേ? എന്ത് നാളെയൊക്കെ മാറ്റി വെക്കുമ്പോ ആന്ന് പറയാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ പറയില്ല ആന്നാ പറയേണ്ടത്. ഇനെന്താ പറയേണ്ടത്? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി മുതൽ ഓതൂലേ? 3 തവണ ഓതൂലേ? എന്തൊക്കെയാ ഓതാ? ഇൻഷാ അല്ലാഹ് 1 തവണ, ഇൻഷാ അല്ലാഹ് 2 തവണ, ഇൻഷാ അല്ലാഹ് 3 തവണ. എന്താ ഓതാ? രാവിലെയും വൈകുന്നേരം എന്താ ഓതാ? ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3 തവണ, 3 തവണ. ഇനി ഓതാൻ തയ്യാറല്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.